ഏറെ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കിട്ടിരിക്കുകയാണ് നടൻ ബാല. ഏകമല്ല പാപ്പു എന്ന് വിളിക്കുന്ന അപരിന്തികയ്ക്ക് പിറന്നാൾ ആശംസിച്ചതുള്ളതാണ് വീഡിയോ. എന്നാൽ മകളുടെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല. പക്ഷേ മകളെക്കുറിച്ചാണ് നടൻ സംസാരിക്കുന്നതെന്ന് വീഡിയോയിൽ നിന്നും ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാണ്. ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്നും തൻ്റെ കടമയാണെന്നും നടൻ പറയുന്നു. കുറെ ആലോചിച്ച ശേഷമാണ് ഇത് പറയുന്നത്. അത്രയും ചിന്തിക്കേണ്ടി വന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായി ക്ഷമിക്കണം. കടമയുണ്ട് അതുകൊണ്ട് പറയുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. പേര് പറയുന്നില്ല. മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകും. ഒരു സെന്റിമെന്റുമില്ല. പക്ഷേ എപ്പോഴും ഓർക്കണം. ആരുമില്ലെങ്കിലും ഞാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എനിക്കൊരു സങ്കടവുമില്ല. പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ അത് എൻ്റെ തെറ്റല്ല. ഞാൻ പേരിട്ടത്. അതിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ്. നീ ഇനി രാജകുമാരിയല്ല, നീയാണ് രാജ്ഞി. ഒരു രാജ്യത്തിൻ്റെ കീഴാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും. മൈ ഡിയർ ഹാപ്പി ബർത്ത്ഡേ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത്. എൻ്റെ രാജ്ഞിക്ക് ഞാനും കോകിലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരുന്നു എന്ന് ബാല വീഡിയോയ്ക്ക് ക്യാപ്ഷനിൽ കുറിക്കുന്നു. ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവച്ചു. മുൻ ഭാര്യയും ഗായികയുമായി അമൃത സുരേഷ് നൽകിയ കേസ് നിലനിൽക്കുന്ന മകളുടെ പേര് ബാല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ വീണ്ടും പുലിവാലാകും. നിരവധി പേരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തിന്റെ മകൾക്ക് പിറന്നാൾ ആശംസ എത്തിയത്. 2 വയസ്സുള്ളപ്പോഴാണ് മകളുമായി ബാലയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അമൃത തിരിച്ചിറങ്ങിയത്. ബാലയ്ക്കൊപ്പം ജീവിതം തുറന്നാൽ തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവന് ഭീഷണിയുണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു. ബാലയും അമൃതയും പ്രണയിച്ച് വിവാഹിതരായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ദാമ്പത്യമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചത്. ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ അമൃതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. ഏറെക്കാലം കേസും കോടതിയുമായി അലഞ്ഞ ശേഷമാണ് വിവാഹമോചനം ലഭിച്ചതും. ഒരു ഘട്ടം വരെ നിശ്ചിത സമയത്ത് മകളെ കാണാൻ ബാലയ്ക്ക് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ കോടതി ഉത്തരവുകൾ നടൻ തെറ്റിച്ചു തുടങ്ങിയതോടെ ആ അവസരവും നിഷേധിക്കപ്പെട്ടു. അവസാനം മകളെ ബാല കണ്ടത് കരൾരോഗം ഗുരുതരമായ ആശുപത്രി കഴിഞ്ഞ സമയത്താണ്. എന്നാൽ അമൃതയ്ക്ക് എന്നതുപോലെ ഉണങ്ങാത്ത മുറികളുടെ മനകളുടെ മനസ്സിലും ബാല സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്നേഹം തനിക്ക് വേണ്ടെന്ന് ഒരിക്കൽ മകൾ അവന്തിക തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞു. അച്ഛൻ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സ്നേഹവും ബാല നൽകിയില്ലെന്ന് തനിക്ക് ഓർമ്മയില്ലെന്നും പേടിച്ചറിഞ്ഞ ജീവിതനാളുകളാണ് അമൃതയ്ക്കയുടെ മകളിൽ നിന്ന് ഒരിക്കൽ തുറന്നടിച്ചു പറഞ്ഞത്.